ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കടുമാങ്ങ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ മാങ്ങ സീസൺ ആയിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള കടുമാങ്ങ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 മീഡിയം സൈസ് മാങ്ങ എടുത്തിട്ടുള്ളത്. മാങ്ങ എടുക്കുമ്പോൾ ഒന്നെങ്കിൽ നല്ല കരിമ്പഴുപ്പായ മാങ്ങ എടുക്കാൻ നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പുളി കുറവുള്ള മാങ്ങ എടുക്കാൻ നോക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 3 അല്ലി വേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ മാങ്ങ മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, 2 ടീസ്പൂൺ മുളകും പൊടി, 3 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം, കാണിക്കാൻ വിട്ടുപോയി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മൂടി വെക്കാം കേട്ടോ, അതൊന്ന് തിളച്ച് വരണം. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കിയല്ലോ, മാങ്ങ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. മാങ്ങ ഒന്ന് വെന്ത് വരണം. ഇതാ ഇപ്പോൾ തുറന്ന് നോക്കുമ്പോൾ മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല പാകം വേവായിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല പാകത്തിനാണുള്ളത്. ഇനി ഇതിലേക്ക് 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇടുമ്പോൾ നമ്മൾ മാങ്ങൻ്റെ പുളിക്കനുസരിച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിൽ 4 ടീസ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇനി ഒന്ന് തിളച്ച് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ കടുമാങ്ങ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി കടുമാങ്ങ. ഈ കടുമാങ്ങ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോറിന് വേറെ കറിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കാം കേട്ടോ.